നമസ്തേ. പ്ലസ് ടുവിലെ കൂട്ടുകാർക്കെല്ലാം വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ആണ് പഠിക്കുവാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ച ഫങ്ഷൻ്റെ ഡെഫിനിഷൻ എന്താണെന്നൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. എന്താ നമ്മൾ അവിടെ ഫങ്ഷൻ്റെ ഡെഫിനിഷൻ പഠിച്ചത്? എ റിലേഷൻ ഫ്രം എ സെറ്റ് എക്സ് to another set y is said to be a function if every element in x has one and only one image in y എന്നാണ് പറഞ്ഞത് അല്ലേ? എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എക്സിലുള്ള എല്ലാ എലമെന്റ്സിനും വൈയിൽ ഒരേ ഒരു ഇമേജ് ഉണ്ടെങ്കിൽ ആ റിലേഷനെയാണ് എന്ത് പറയുന്നത്? ഫങ്ഷൻ എന്ന് പറയുന്നത് അല്ലേ? ഇനി നമ്മൾ ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യാനായിട്ട് സ്മോൾ എഫ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്, എ ഫംഗ്ഷൻ ഫ്രം എക്സ് ടു വൈ. അപ്പോൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു റിലേഷൻ തന്നെയാണ്. ആ റിലേഷൻ ഒരു പ്രത്യേക കണ്ടീഷനിലാണ് ഫംഗ്ഷൻ ആയിട്ട് മാറുന്നത് അല്ലേ? അതായത് ഫസ്റ്റ് സെറ്റ് എക്സിലെ എല്ലാ എലമെന്റ്സിനും വൈയിൽ ഒരേ ഒരു ഇമേജ് ആണുള്ളതെങ്കിൽ ആ റിലേഷൻ എന്ന് പറയുന്നത് എന്താകും? ഫംഗ്ഷൻ ആകും. അപ്പൊ ഫംഗ്ഷനകത്തെ എലമെന്റ്സ് എല്ലാം ഓർഡേഡ് പെയർ ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലെ? റിലേഷനകത്തെ എലമെന്റ്സ് എല്ലാം ഓർഡേഡ് പെയർ ആയിട്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ ഫംഗ്ഷനകത്തെ എലമെന്റ്സ് എങ്ങനെ തന്നെയായിരുന്നു? ഓർഡേഡ് പെയർ ആയിരുന്നു അല്ലെ? സപ്പോസ് ഓർഡേഡ് പെയർ AB ഈസ് ആൻ എലമെന്റ് ഇൻ എഫ്. അപ്പൊ ഓർഡേഡ് പെയർ AB എലമെന്റ് എഫിലാന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്തായിരുന്നു? എ എന്ന് പറയുന്ന എലമെന്റിന് എഫിന്റെ കീഴിലുള്ള ഇമേജ് ആണ് ബി എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് പറയാം ബി എന്ന് പറയുന്ന എലമെന്റിന് എഫ് എന്ന ഫംഗ്ഷന്റെ കീഴിലുള്ള പ്രീ ഇമേജ് ആണ് എ എന്ന് പറയാം അല്ലെ? അതിനെ നമ്മൾ ഇങ്ങനെ നൊട്ടേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. Say f of a is equal to b. f of a equal to b എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ഇത്രേ ഉള്ളൂ. എന്തായിരുന്നു? a എന്ന് പറയുന്ന എലമെന്റിന് എഫിന്റെ കീഴിലുള്ള ഇമേജ് ആണ് b. Or we can say b എന്ന എലമെന്റിന് എഫിന്റെ കീഴിലുള്ള പ്രീ ഇമേജ് ആണ് a. എങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാം. പിന്നെ നമ്മളൊരു ഡൊമൈനും റേഞ്ചും ഒക്കെ പഠിച്ചായിരുന്നു അല്ലെ? ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്നാ? ഒരു ഫംഗ്ഷൻ അകത്ത് വരുന്ന ഓർഡേഡ് പെയേഴ്സിലെ ഫസ്റ്റ് എലമെന്റ്സ് എല്ലാം കൂടെ ചേർത്ത് എഴുതുന്ന സെറ്റ് ആയിരുന്നു ഡൊമൈൻ. അതേപോലെ ഓർഡേഡ് പെയേഴ്സിലെ സെക്കൻഡ് എലമെന്റ്സിന്റെ സെറ്റിനെ ആയിരുന്നു എന്ത് പറയുന്നത്? റേഞ്ച് എന്ന് നമ്മൾ പറയുന്നത്. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ് അല്ലെ? ഇനി ഇവിടെ നമ്മൾ പുതിയതായിട്ട് പഠിക്കാൻ പോകുന്നത് പല ടൈപ്പ് ഫങ്ഷൻസിനെ പറ്റിയാണ്. അപ്പൊ അതില് ആദ്യം നമ്മൾ പറയുന്നത് വൺ വൺ ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷന്റെ പേരാണ് വൺ വൺ ഫംഗ്ഷൻ. വൺ വൺ ഫംഗ്ഷൻ. ഈ വൺ വൺ ഫംഗ്ഷന് വേറൊരു പേരും കൂടെ പറയാം, ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ. ഇൻജെക്റ്റീവ് എന്നും ഇതിന് പേരുണ്ട്. അപ്പോൾ വൺ വൺ ഫംഗ്ഷൻ എന്നും പറയാം, ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ എന്ന് നമുക്ക് പറയാം. ഇനി ഈ വൺ വൺ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. എ ഫംഗ്ഷൻ എഫ് ഫ്രം എക്സ് ടു വൈ ഈസ് സെഡ് ടു ബി വൺ വൺ if different elements in x have different images in y. എന്നാ പറഞ്ഞേക്കുന്നത്? different elements in x have different images in y എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? എക്സിലെ ഏതെങ്കിലും രണ്ട് എലമെന്റ്സിന് സെയിം ഇമേജ് ആയി പോയാൽ അതെന്താവത്തില്ല? വൺ വൺ ആവത്തില്ല അല്ലെ? വൺ വൺ ആകണമെങ്കിൽ എക്സിലെ ഡിഫറെന്റ് എലമെന്റ്സിന്റെ എല്ലാം ഇമേജ് എങ്ങനെയായിരിക്കണം? ഡിഫറെന്റ് ആവണം. അപ്പൊ ഏതെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് എലമെന്റ്സിന് ഇമേജ് സെയിം ആയി പോയാൽ അതെന്താവത്തില്ല? വൺ വൺ ആവത്തില്ല അല്ലെ? അങ്ങനെ വൺ വൺ ആകാത്ത കേസിൽ അതിനൊരു പേരുണ്ട്, മെനി വൺ എന്ന് പറയും. എന്ത് പറയും? മെനി വൺ എന്ന് പറയും. ഇനി ഞാനൊരു ആരോ ഡയഗ്രാം വരച്ചു കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടെ പെട്ടെന്ന് ഐഡിയ ആണ് ക്ലിയർ ആയിക്കോളും. അപ്പൊ ഞാനിവിടെ ഒരു
എക്സ് എടുത്തു, ഇവിടെ ഒരു സെറ്റ് വൈയും എടുത്തു. ആൻഡ് എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എക്സ് ടു വൈ ആണ്. എക്സിനകത്ത് ഞാൻ കുറച്ച് എലമെന്റ്സ് എഴുതുക. സേ 1 2 3. വൈക്കകത്ത് സേ എ ബി സി എഴുതിയെന്ന് വിചാരിച്ചു. ദെൻ 1 ടു എ, 2 ടു ബി, 3 ടു സി എന്ന് വെച്ചു. അപ്പൊ ഈ ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്താൽ നമ്മൾ ഈ എക്സിനകത്തോട്ട് നോക്കിയാൽ അറിയാം, ഇവിടുത്തെ ഡിഫറെന്റ് എലമെന്റ്സിന്റെ എല്ലാ ഇമേജുകളും ഡിഫറെന്റ് ആണ്. ഏതെങ്കിലും രണ്ട് എലമെന്റ്സിന് ഒരേ ഇമേജ് വരുന്നുണ്ടോ? ഇല്ല, അല്ലെ? ഡിഫറെന്റ് എലമെന്റ്സിന്റെ ഇമേജുകളും എന്ത് തന്നെയാണ്? ഡിഫറെന്റ് ആണ്. അപ്പൊ ഈ ഫംഗ്ഷനെ നമുക്ക് എന്ത് വിളിക്കാം? 1 1 എന്ന് വിളിക്കാം, അല്ലെ? അപ്പൊ ദിസ് ഫംഗ്ഷൻ ഈസ് 1 1 ആയി. ഇനി വേറൊരു എക്സാമ്പിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. സേ ക്യാപിറ്റൽ എക്സ് വൈ, f is a function from x to y ആണ്, അല്ലേ? അപ്പൊ ഇവിടെ 1 2 3 say a b c d, then 1 to a, 2 to b, 3 to b. ഒന്ന് നോക്കിയേ. അപ്പൊ ഇവിടെ നോക്കിയേ, ഈ ഫംഗ്ഷന്റെ പ്രത്യേകത എന്താ? ഇവിടെ എന്നാ സംഭവിച്ചു? ഇവിടെ 1ന്റെ ഇമേജ് എ ആണ്, പക്ഷെ 2 3 രണ്ട് ഡിഫറെന്റ് എലമെന്റ്സ് ആയിരുന്നു. അവരുടെ ഇമേജ് പക്ഷെ എന്തായി പോയി? സെയിം ആയി പോയി, അല്ലെ? അപ്പൊ ഡിഫറെന്റ് എലമെന്റ്സിന്റെ ഇമേജ് ഡിഫറെന്റ് അല്ലാതായി പോയി, സെയിം ആയി പോയി. അങ്ങനെ ആയിപ്പോയാൽ ആ ഫംഗ്ഷൻ എന്താവത്തില്ല? 1 1 ആവത്തില്ല, അല്ലെ? അപ്പൊ ഇത് എന്ത് ഫംഗ്ഷൻ ആയി? നോട്ട് 1 1 ആയി, അല്ലെ? നോട്ട് 1 1ന് വേറൊരു പേര് കൂടെ നമ്മൾ പറഞ്ഞു, മെനി 1 എന്ന് പറയാം. ആ പേരിന് തന്നെ അറിയാം, മെനിക്ക് ഒരു ഇമേജ്. കണ്ടോ, മെനി രണ്ട് പേരുണ്ട്, ഒന്നിൽ കൂടുതൽ പേരുണ്ട്. മെനിക്ക് ഒരു ഇമേജ് ആണ്, അതാണ് മെനി 1. അപ്പൊ 1 1 അല്ല, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇത് എന്തായിപ്പോയി? മെനി 1 ആയിപ്പോയി എന്ന് പറയാം. അപ്പം ഐഡിയ ക്ലിയർ ആയോ? ഡിഫറെന്റ് എലമെന്റ്സ് ഇൻ ദി സെറ്റിന് ഡിഫറെന്റ് ഇമേജസ് ഇൻ വൈ ആയാൽ നമുക്ക് എന്ത് പറയാം? അത് 1 1 ആണെന്ന് പറയാം. ഡിഫറെന്റ് എലമെന്റ്സിന് സെയിം ഇമേജ് ആയി പോയിട്ടുണ്ട് എങ്കിൽ അത് എന്താവത്തില്ല? 1 1 ആകത്തില്ല. അപ്പൊ ഒന്നും കൂടെ നമുക്ക് ഡെഫിനിഷൻ പറയാം. A function f from x to y is said to be 1 1 if different elements in the set x have different images in y. അപ്പം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു 1 1ന്റെ ഡെഫിനിഷൻ. ഇനി ഈ 1 1 തന്നെ നമ്മൾ വേറൊരു തരത്തിലും പറയാറുണ്ട്. വേറൊരു ഡെഫിനിഷനും കൂടെ നമുക്ക് പറയാം. ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലായി, അല്ലെ? ആരോ ഡയഗ്രം ഒക്കെ വരയ്ക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഡെഫിനിഷൻ വെച്ച് നോക്കിയാൽ പെട്ടെന്ന് ഒരു ഫംഗ്ഷൻ 1 1 ആണോ എന്ന് പറയാൻ പറ്റും. ഇനി അല്ലാത്ത ഒരു കേസ്, ചില കേസിൽ നമുക്കിപ്പോൾ ആരോ ഡയഗ്രം ഒക്കെ വരയ്ക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള കേസിൽ നമുക്ക് വേറൊരു ഡെഫിനിഷൻ ഉപയോഗിച്ച് ഒരു ഫംഗ്ഷൻ 1 1 ആണോ അല്ലയോ എന്ന് പറയാൻ പറ്റും. അപ്പൊ അവിടെ നമ്മൾ പറയുന്നത് എക്സ് എന്ന് പറയുന്ന ഒരു സെറ്റ്, വൈ എന്ന് പറയുന്ന ഒരു സെറ്റും ഉണ്ട്, അല്ലെ? എഫ് എന്ന് പറയുന്നത് എക്സിൽ നിന്നും വൈയിലേക്കാണ്. അപ്പൊ ഞാൻ ഇവിടെ എക്സിന് രണ്ട് എലമെന്റ്സ് എടുക്കുക, x1ഉം x2. വൈയില് ഈ x1ന് ഒരു ഇമേജ് ഉണ്ടാവും, അല്ലെ? ഇതൊരു ഫംഗ്ഷൻ ആണ്. അപ്പൊ x1ന് വൈക്കകത്ത് വരുന്ന ഇമേജിനെ നമുക്ക് എഫ് ഓഫ് x1 എന്ന് എഴുതാം. നേരത്തെ ഞാനൊരു എഫ് ഓഫ് എയുടെ കാര്യം പറഞ്ഞായിരുന്നു, അല്ലെ? എന്ന് പറഞ്ഞതുപോലെ എഫ് ഓഫ് x1 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? എഫ് എന്ന ഫംഗ്ഷന്റെ കീഴിൽ x1ന്റെ ഇമേജ്. അപ്പൊ x1ന് എഫിലുള്ള ഇമേജിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്? എഫ് ഓഫ് x1 എന്ന് റെപ്രസെന്റ് ചെയ്തു. അതേപോലെ x2ന് എഫിലുള്ള ഇമേജിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? എഫ് ഓഫ് x2 എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇനി അപ്പൊ നമ്മൾ ഇപ്പം പറഞ്ഞതനുസരിച്ച് ഒരു ഫംഗ്ഷൻ 1 1 ആകണമെങ്കിൽ എക്സിലെ ഡിഫറെന്റ് എലമെന്റ്സിന്റെ ഇമേജും ഡിഫറെന്റ് ആകണം. അപ്പൊ x1ഉം x2ഉം രണ്ട് ഡിഫറെന്റ് എലമെന്റ് ആണെങ്കിൽ ഇതിന്റെ ഇമേജ് എഫ് ഓഫ് x1ഉം എഫ് ഓഫ് x2 എങ്ങനെയായിരിക്കണം? ഡിഫറെന്റ് ആയിരിക്കണം, അല്ലെ? അപ്പൊ x1ഉം x2ഉം ഡിഫറെന്റ് ആണ് എന്ന് പറഞ്ഞാൽ അതിനെ വേണേ നമുക്ക് ഇങ്ങനെയും പറയാം,
Different means they are not equal. x1 not equal to x2. അപ്പോൾ ഇത് ഡിഫറൻ്റ് ആയി. ഇത് ഡിഫറൻ്റ് ആണെങ്കിൽ 1 1 ആകാനുള്ള കണ്ടീഷൻ എന്തായിരുന്നു? ഇമേജും ഡിഫറൻ്റ് ആയിരിക്കണം. അപ്പൊ ഇത് തമ്മിൽ ഡിഫറൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഓഫ് എക്സ് വൺ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എന്നായിരിക്കണം അല്ലെ? ഡിഫറൻ്റ് എലമെന്റ്സിന്റെ ഇമേജും ഡിഫറൻ്റ് ആയാലാണ് നമ്മൾ എന്ത് പറയുന്നത്? അത് 1 1 ആണെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇതിനൊന്ന് തിരിച്ചെഴുതുക. ഇവിടെ ഇത് ആദ്യം ഒന്ന് ഇങ്ങോട്ട് എഴുതുവാണ്. എഫ് ഓഫ് എക്സ് വൺ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു, എക്സ് വൺ നോട്ട് ഈക്വൽ ടു എക്സ് ടു. അപ്പൊ എക്സ് വൺ നോട്ട് ഈക്വൽ ടു എക്സ് ടു ആണെങ്കിൽ എഫ് ഓഫ് എക്സ് വണ്ണും നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ അപ്പൊ ഈ ഫംഗ്ഷൻ 1 1 ആകാനുള്ള കണ്ടീഷനാണ് എക്സ് വണ്ണും എക്സ് ടുവും രണ്ട് ഡിഫറെന്റ് എലമെന്റ് ആണ്, നോട്ട് ഈക്വൽ ആണെങ്കിൽ അവരുടെ ഇമേജ് ഡിഫറെന്റ് ആണ് അല്ലെ? അപ്പോൾ ഈ ഫംഗ്ഷൻ 1 1 ആകണമെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ആയിപ്പോയി എന്ന് വിചാരിച്ചു. എഫ് ഓഫ് എക്സ് വണ്ണും എഫ് ഓഫ് എക്സ് ടു ഈക്വൽ ആയിപ്പോയി എന്ന് പറഞ്ഞാൽ അവരുടെ ഇമേജ് ഈക്വൽ ആയി പോയാൽ 1 1 ആണ് എന്ന് പറയണമെങ്കിൽ എക്സ് വണ്ണും എക്സ് ടുവും എന്തായി മാറിയിരിക്കണം? ഈക്വൽ ആയിട്ട് മാറിയിരിക്കണം അല്ലെ? അപ്പം ഡിഫറെന്റ് എലമെന്റ്സ് ആണെങ്കിൽ എന്താണ്? ഡിഫറെന്റ് ഇമേജ് ആണ്. ഇനി 1 1 ആകണമെങ്കിൽ അപ്പൊ നമുക്ക് പറയാം രണ്ടുപേരുടെ ഇമേജ് ഒന്നായി പോയാൽ ആ എലമെന്റ്സും എന്തായിരിക്കണം? ഒന്നായി മാറണം എന്ന് പറയാം. അപ്പൊ നമ്മൾ ഡെഫിനിഷൻ പറയുന്നത് ഇങ്ങനെയാണ്. എഫ് ഓഫ് എക്സ് എ ഫംഗ്ഷൻ എഫ് ഫ്രം എക്സ് ടു വൈ ഈസ് സെഡ് ടു ബി 1 1 if f of x1 equal to f of x2 implies x1 equal to x2 for every x1 comma x2 element x. അപ്പൊ x1 x2 എപ്പോഴും എവിടുന്നാ എടുക്കുന്നത്? x എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ എവിടുന്നാണോ തുടങ്ങിയിരിക്കുന്നത് ആ സെറ്റിലെ എലമെന്റ്സ് ആണ് എപ്പോഴും x1 ഉം x2. ഫംഗ്ഷൻ എവിടുന്ന് തുടങ്ങിയോ അവിടുന്ന് രണ്ട് എലമെന്റ്സ് എടുത്തിട്ടുണ്ട്, x1 x2. Then f of x1 equal to f of x2 should imply x1 equal to x2. അപ്പൊ other definition of 1 1 എന്താ പറയാൻ പറ്റുന്നേ? A function f from x to y is said to be 1 1 if f of x1 equal to f of x2 implies x1 equal to x2 for every x1 comma x2 element x. അങ്ങനെ നമ്മൾ രണ്ട് ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ ഡെഫിനിഷൻ എന്നായിരുന്നു? എ ഫംഗ്ഷൻ എഫ് ഫ്രം എക്സ് ടു വൈ ഈസ് സെഡ് ടു ബി 1 1 if different elements in x have different images in y. Or in other words we can say that a function f from x to y is 1 1 or injective if f of x1 equal to f of x2 implies x1 equal to x2 for every x1 comma x2 element x. ഇനി അടുത്ത ടൈപ്പ് ഫംഗ്ഷനെ പറ്റി നോക്കാം. അടുത്ത സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറയും. എന്താ പേര്? ഓൺ ടു ഫംഗ്ഷൻ. ഈ ഓൺ ടു ഫംഗ്ഷന് വേറൊരു പേരുമുണ്ട്. 1 1 ഇൻജക്റ്റീവ് എന്ന് പറഞ്ഞതുപോലെ ഓൺ ടു ഫംഗ്ഷന് പറയുന്ന മറ്റൊരു പേരാണ് സർജക്റ്റീവ്. എന്താ പറയാ? സർജക്റ്റീവ് എന്ന് പറയാം. ഇനി ഒരു ഫംഗ്ഷൻ ഓൺ ടു ആകുന്നത് എപ്പോഴാണെന്ന് നമുക്കൊന്ന് നോക്കാം. സപ്പോസ് എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എക്സ് ടു വൈ. അപ്പൊ ഈ ഒരു ഫംഗ്ഷൻ ഓൺ ടു ആകണമെങ്കിൽ ഈ രണ്ടാമത്തെ സെറ്റ് y അതിലെ എല്ലാ എലമെന്റ്സിനും എക്സിൽ ഒരു പ്രീ ഇമേജ് കാണണം. എങ്ങനെയാ പറഞ്ഞത്? രണ്ടാമത്തെ സെറ്റ് വൈയിലെ എല്ലാ എലമെന്റ്സിനും ആദ്യത്തെ സെറ്റ് എക്സിൽ എന്തുണ്ടാവണം? ഒരു പ്രീ ഇമേജ് ഉണ്ടാവണം. എങ്കിൽ ആ ഫംഗ്ഷൻ എന്തായി മാറും? ഓൺ ടു ഫംഗ്ഷൻ ആയിട്ട് മാറും. അപ്പൊ നമ്മുടെ ഡെഫിനിഷൻ എന്താ പറയുന്നേ? A function f from x to y is said to be onto if every element in y has a
pre-image in X. ക്ലിയർ ആയോ? നമുക്ക് നേരത്തെ പോലെ രണ്ട് ആരോ ഡയഗ്രാം വരയ്ക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ പെട്ടെന്ന് മനസ്സിലായിക്കോളൂ. അപ്പൊ F from X to Y 1 2 3 A. Say 1A 2C 3. കണ്ടോ? അപ്പൊ ഈ ഒരു ഫംഗ്ഷൻ ഓൺ ടു ആണെങ്കിൽ നമ്മുടെ കണ്ടീഷൻ എന്താ? ഈ രണ്ടാമത്തെ സെറ്റ് അല്ലെ, വൈയിലുള്ള എല്ലാ എലമെന്റ്സിനും എക്സിൽ ഒരു പ്രീ ഇമേജ് ഉണ്ടാവണം. ഉണ്ടോന്ന് നോക്കിയേ. എക്കുണ്ട്, ബിക്കുണ്ട്, സിക്കുണ്ട് അല്ലെ, എല്ലാ എലമെന്റ്സിനും എക്സിൽ ഒരു പ്രീ ഇമേജ് വന്നു. അതുകൊണ്ട് ഈ ഫംഗ്ഷനെ എന്ത് വിളിക്കാം? ഓൺ ടു ഫംഗ്ഷൻ എന്ന് വിളിക്കാം അല്ലെ. അപ്പൊ ഇത് എന്നാ ഫംഗ്ഷനായി? ഓൺ ടു ഫംഗ്ഷൻ ആയിട്ട് മാറും. ഇനി വേറൊരു എക്സാമ്പിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. സപ്പോസ് എക്സ് വൈ 1 2 3 A B C, then 1B 2A 3C. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ ഫംഗ്ഷന്റെ പ്രത്യേകത എന്താന്ന് നോക്കിക്കേ. ഇത് ഓൺ ടു ആണോ? ഇവിടെ നോക്കിയാൽ നമുക്കറിയാം ഈ രണ്ടാമത്തെ സെറ്റിലെ എല്ലാവർക്കും ഇപ്പറേ പ്രീ ഇമേജ് വന്നിട്ടുണ്ടോ? ഇല്ല അല്ലെ. ഈ ഡിക്ക് ഇപ്പറേ പ്രീ ഇമേജ് ഒന്നും വന്നിട്ടില്ല. ഓൺ ടു ആകണമെങ്കിൽ ഈ വൈയിലെ എല്ലാ എലമെന്റ്സിനും ഇപ്പറേ പ്രീ ഇമേജ് ഉണ്ടാവണം. അപ്പൊ ഇവിടെ ഒരാള് ഡി പ്രീ ഇമേജ് ഇല്ലാതെ നിൽക്കുവാണ്. അപ്പൊ അതെന്താവത്തില്ല? ഓൺ ടു ആകത്തില്ല. സോ ഇറ്റ് ഈസ് നോട്ട് ഓൺ ടു. ഇനി ഓൺ ടു ആയ ഫംഗ്ഷന്റെ വേറൊരു പ്രത്യേകത ഇവിടെ പറയാം. ഈ ഡയഗ്രാം ഒന്ന് നോക്കിയേ. ഇതിൽ വരുന്ന ഓർഡേഡ് പെയർസ് ഏതൊക്കെയാ? 1A 2B 3C അല്ലെ. ഓർഡേഡ് പെയർസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വരുന്നത് 1A 2B 3C. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷന്റെ ഡൊമൈൻ ഒന്ന് പറയാമോ? എന്തായിരുന്നു ഡൊമൈൻ എന്ന് പറഞ്ഞാൽ? ആ ഫംഗ്ഷനിലെ ഓർഡേഡ് പെയർസിന്റെ ഫസ്റ്റ് എലമെന്റ്സിന്റെ സെറ്റ്, അതായത് സെറ്റ് 1 2 3. ഇനി അതിന്റെ റേഞ്ച് ഒന്ന് പറയാമോ? വാട്ട് അബൌട്ട് ദി റേഞ്ച് ഓഫ് F? ഇറ്റ് ഈസ് ദി സെറ്റ് ഓഫ് ഓൾ സെക്കൻഡ് എലമെന്റ്സ് ആണ് അല്ലേ. സോ വാട്ട് ആർ ദി സെക്കൻഡ് എലമെന്റ്സ് ഹിയർ? A B C. അതിനെ നമ്മൾ ഒരു സെറ്റ് ആയിട്ട് എഴുതി A B C. ആ സെറ്റ് A B C എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ y തന്നെയല്ലേ നോക്കി അല്ലേ? y തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. സോ റേഞ്ച് ഓഫ് F എന്ന് പറഞ്ഞാൽ എന്തായി മാറി? y ആയിട്ട് മാറി അല്ലേ. അപ്പൊ F എക്സിൽ നിന്നും വൈയിലോട്ടുള്ള F എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഓൺ ടു ആണെങ്കിൽ ആ ഫംഗ്ഷന്റെ റേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? y ആയിരിക്കും. A function, if a function f from x to y is on to, then range of f is equal to y ആയിരിക്കും. ഓർത്തിരുന്നോണം കേട്ടോ. ഇനി നേരത്തെ 1 നമ്മൾ വേറൊരു ഡെഫിനിഷൻ പറഞ്ഞതുപോലെ തന്നെ ഓൺ ടുവിന് ഉണ്ട് വേറൊരു ഡെഫിനിഷൻ. അതും കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. Suppose f is a function from x to y. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഡെഫിനിഷൻ അനുസരിച്ച് നമ്മൾ പറയുന്ന എന്തായിരുന്നു? ഇവിടെ രണ്ടാമത്തെ സെറ്റിലുള്ള എല്ലാവർക്കും എക്സിൽ എന്ത് വേണം? പ്രീ ഇമേജ് വേണം എന്നാ പഠിച്ചത് അല്ലേ. അപ്പൊ ഞാൻ ഈ വൈക്കകത്തുനിന്ന് ഒരു സ്മോൾ y എടുത്തു. അപ്പോൾ ഈ ഫംഗ്ഷൻ ഓൺ ടു ആകണമെങ്കിൽ ഇവിടെ നിന്നൊരു y എടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്ത് കാണണം? ഒരു പ്രീ ഇമേജ് കാണണം അല്ലെ. അപ്പൊ ഈ വൈക്ക് ഇവിടെ ഒരു പ്രീ ഇമേജ് ഉണ്ടെന്ന് വിചാരിക്കാം അല്ലെ. ഇനി അപ്പൊ ഇങ്ങനെ എഴുതിയാൽ അതിന്റെ അർത്ഥം വൈയുടെ പ്രീ ഇമേജ് ആണ് എക്സ്, അല്ലെങ്കിൽ എക്സിന്റെ ഇമേജ് ആരായി? വൈ. അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാമെന്ന് നേരത്തെ പറഞ്ഞായിരുന്നു. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞാൽ വൈയുടെ പ്രീ ഇമേജ് ആരാ? എക്സ് ആണ് അല്ലെ. അപ്പൊ ഈ ഫംഗ്ഷൻ ഓൺ ടു ആകണമെങ്കിൽ ഈ വൈയിൽ നിന്ന് ഏത് വൈ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സിൽ ഒരു എക്സ് കാണണം. എങ്ങനെ കാണണം?
എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ ആവുന്നത് പോലെ കാണണം എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്നാ? വൈയുടെ പ്രീ ഇമേജ് ആകുന്നത് പോലെ ഒരു എക്സ് കാണണം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പൊ ആ ഡെഫിനിഷൻ നമുക്ക് ഇങ്ങനെ പറയാം. എ ഫംഗ്ഷൻ ഫ്രം എക്സ് ടു വൈ is said to be onto if for every y element of y there exists an x element of x such that f of x equal to y. എങ്ങനെ പറയാം? A function f from x to y is said to be onto if for every y element of y there exists an x element of x such that f of x equal to y. f of x equal to y ആകുന്നത് പോലെ എന്ന് പറഞ്ഞാൽ വൈയുടെ പ്രീ ഇമേജ് എക്സ് ആകുന്നത് പോലെ ഓരോ വൈക്കും കറസ്പോണ്ടിങ് ആയിട്ട് എക്സിനകത്തൊരു എക്സ് ഉണ്ടാകണം. ഡെഫിനിഷൻ ക്ലിയർ ആയോ? A function f from x to y is said to be onto if for every y element of y there exists an x element of x such that f of x equal to y. അപ്പോൾ അതാണ് ontoന്റെ other definition എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ രണ്ട് കാര്യം പഠിച്ചു. വൺവണും പഠിച്ചു, ഓണ്ടുവും പഠിച്ചു അല്ലെ? ഇനി ഒരു ഫംഗ്ഷൻ വൺവണുമാണ് ഓണ്ടുവുമാണെങ്കിൽ ആ ഫംഗ്ഷനെ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയും. എന്ത് പറയും? ബൈജക്റ്റീവ് ഫംഗ്ഷൻ. So what is a bijective function? If a function is 1 1 and onto, it is said to be bijective. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും ഫങ്ഷൻസ് ആണ് നമുക്കുള്ളത്. 1 1 onto, 1 1 onto ആണെങ്കിൽ അതിനെ എന്ത് വിളിക്കാം? ബൈജക്റ്റീവ് എന്ന് വിളിക്കാം. ഇതുമായിട്ടുള്ള കൂടുതൽ പ്രോബ്ലംസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം കേട്ടോ.